സമാധാനത്തിൻ്റെ പത്തിലാണ് നമ്മൾ. എങ്ങനെയാണ് നമ്മൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ എല്ലാവർക്കും നരകത്തിലും ഒരു സീറ്റുണ്ട്, സ്വർഗത്തിലും ഒരു സീറ്റുണ്ട്. അങ്ങനെയാണ് സംവിധാനം. നരകത്തിലും സീറ്റുണ്ട്, സ്വർഗത്തിലും സീറ്റുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ നരകത്തിലുള്ള നമ്മുടെ സീറ്റിൽ ആളെ കൊടുക്കണം. അത് കാലിയായി കിടക്കാൻ പാടില്ല. അവിടെ ഒരാളെ കൊടുത്താലേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ. അതെങ്ങനെയാണ് സംഭവിക്കുക? വൈമിങ്കും ഇല്ല വാരിതുഹ, നരകത്തിൽ വരാതെ നിങ്ങൾക്കാർക്കും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമില്ല. സ്വർഗത്തിൽ പോകേണ്ടവരും നരക കവാടത്തിൽ വരേണ്ടി വരും. നരകം കാണാതെ ആരും സ്വർഗത്തിലേക്ക് പോകില്ല. മനുഷ്യരെല്ലാം നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ഓരോരുത്തരും ആദ്യ കവാടത്തിൽ വരും. ആ കവാടത്തിൽ കാവൽ നിൽക്കുന്ന മലക്ക് ലിസ്റ്റ് പരിശോധിക്കും. ഇവനിവിടെ ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ പരിശോധിച്ചിട്ട് നരകവാസിയാണെങ്കിൽ കയറിക്കോളാൻ പറയും. ആ വാതിലിലൂടെയാണ് കടക്കേണ്ടതെങ്കിൽ അവൻ അതിലെ കടത്തിക്കൊടുക്കും. ഇല്ല, ആ വാതിലിൽ അവന്റെ കടക്കേണ്ടവനല്ല എങ്കിൽ മലക്ക് പറയും, നിന്റെ പേര് ഇവിടുത്തെ ലിസ്റ്റിലില്ല, അടുത്ത വാതിൽ പോകാൻ പറയും. അപ്പോൾ അവന്റെ ചങ്കെടുപ്പ് ഇങ്ങനെ കൂടുകയാണ്. കാരണം ഇനി 6 വാതിലിൽ നിന്ന് രക്ഷപ്പെട്ടാലേ സമാധാനം ഉണ്ടാവില്ല. അവൻ അടുത്ത വാതിലൊക്കെ ചെല്ലും. ആ മലക്കുവൻ ലിസ്റ്റ് പരിശോധിച്ച് പറയും, ഇല്ല, എന്റെ പേര് ഇവിടെ ഇല്ല, അടുത്ത കവാടത്തിൽ ചെല്ലാൻ പറയും. അപ്പോൾ അവനെ ചങ്കിടപ്പ് മാറിയിട്ടില്ല. ഇനിയും 5 കവാടത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ട്. അടുത്ത കവാടത്തിൽ ചെല്ലും. മലക്ക് ലിസ്റ്റ് പരിശോധിച്ച് പറയും, ഇല്ല, നിന്റെ പേര് ഇവിടെ ഇല്ല, അടുത്ത വാതിലിൽ ചെല്ലാൻ. ഇങ്ങനെ 6 വാതിലും കഴിഞ്ഞ് 7ാമത്തെ വാതിലൊക്കെ ചെല്ലും. അവിടെയും മലക്ക് പേര് പരിശോധിച്ചിട്ട് പറയില്ല, ഇതിനെ കടക്കേണ്ടവരുടെ കൂട്ടത്തിൽ നിന്റെ പേരില്ല എന്ന് പറയുമ്പോഴാണ് അവന്റെ ചങ്കിടിപ്പ് മാറുക. ഒരു സമാധാനമായി. ഇല്ല, 7 വാതിലിലൂടെയും എൻ്റെ പേര് കടക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരില്ല, അവന് സമാധാനമാണ്. അപ്പോൾ അവന് സ്വർഗത്തിലേക്ക് കിടക്കാൻ കഴിയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് ഒരു യഹൂദിനെ ഒരു നസ്രാനിനെ കൊടുക്കും. എന്നിട്ട് പറയും, ഹാദാ ഫക്കാക്കുക മിനന്നാർ, നരകത്തിൽ നിന്ന് നിനക്ക് ഇവൻ മുഖേനയാണ് മോചിപ്പിക്കപ്പെടേണ്ടത്. ഈ യഹൂദിയെ നമ്മുടെ കയ്യിൽ തന്നിട്ട്, നസ്രാനിയെ കയ്യിൽ തന്നിട്ട് അവനെ നരകത്തിലേക്കും നമ്മൾ സ്വർഗത്തിലേക്കും. നരകത്തിൽ നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സീറ്റിലേക്ക് നാം ഒരു യഹൂദിയെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നസ്രാനിയെ കൊടുക്കുകയാണ്. എന്നിട്ട് ആ സീറ്റ് നമ്മൾ ഫുള്ളാക്കി കൊടുത്തു. നമ്മുടെ സീറ്റ് അവിടെ കാലിയല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് സ്വർഗപ്രവേശനത്തിന്റെയും നരകമോചനത്തിന്റെയും പരലോകത്തെ രീതി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവന്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ അവശേഷിച്ച അവസാനത്തെ 10 നരകമോചനം നൽകുന്ന ലക്ഷക്കണക്കായ സൗഭാഗ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.